റാദി ആർ പിയിൽ നമുക്ക് എങ്ങനെ ഒരു എക്സ്പയറി ഉള്ള പ്രൊഡക്റ്റിന് എങ്ങനെ നമുക്ക് ബാച്ച് ട്രാക്കിംഗ് അലോ ചെയ്തുകൊണ്ട് ലോട്ട് നമ്പർ എക്സ്പയറി ഒക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ആഡ് പ്രൊഡക്റ്റിലേക്ക് വന്നിട്ട് ഇൻസുലിൻ എന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇൻസുലിൻ 100 mg. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇതിന് യൂണിറ്റ് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ വാറ്റ് കാര്യങ്ങൾ എത്ര വെച്ചാൽ വാറ്റ് കൊടുക്കുക. അതോടൊപ്പം തന്നെ കറണ്ട് കോസ്റ്റ് നമുക്കൊരു നല്ലതായിട്ട് കോസ്റ്റ് കൊടുക്കാം. പ്രൈസ് റേറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് യൂസ് ബാച്ച് ട്രാക്കിംഗ് എന്നൊരു ഫീൽഡ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, യൂസ് ബാച്ച് ട്രാക്കിംഗ് അലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിക്വയർ ബാച്ച് ആൻഡ് ലോട്ട് നമ്പർ എന്നൊരു ഫീൽഡ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് എനേബിൾ ആയിരിക്കും. ഇങ്ങനെ എക്സ്പയറിയും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രോഡക്റ്റിന് ഇത് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും അത് അലോ ചെയ്തിരിക്കണം. ഇത് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും, പക്ഷേ നമുക്ക് മാൻഡേറ്ററി അല്ല. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു 10 ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാച്ച് ട്രാക്കിംഗ് അലോ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ലോട്ട് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ് കാര്യങ്ങൾ, എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഷെൽഫ് ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മാനുഫാക്ചറിംഗ് ഡേറ്റ് അടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് എക്സ്പയറി നമുക്കിവിടെ സെറ്റ് ആവും, പർച്ചേസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, ഇവിടെ നമുക്കിപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കുന്നില്ല, ജസ്റ്റ് 0 കൊടുത്ത് തന്നെ നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ആഡ് പ്രൊഡക്റ്റ് കൊടുത്തു. നമ്മൾ നേരെ പർച്ചേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ പർച്ചേസ് ഇൻവോയ്സിലേക്ക് നമുക്ക് ആദ്യം ഒരു പർച്ചേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻസുലിൻ എന്നൊരു പ്രൊഡക്റ്റ് എടുക്കുന്നു. 100 mg കണ്ടോ. ഇവിടെ നമുക്ക് ബാച്ച് ലോട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ലോട്ട് നമ്പർ മാൻഡേറ്ററി ആണ്, നമ്മളത് എനേബിൾ ചെയ്തുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കും. ഇവിടെ നമ്മൾ ലോട്ട് നമ്പർ സാമ്പിളായിട്ട് 1 2 3 4 5 6. ഇവിടെ മാനുഫാക്ചറിങ് ഡേറ്റ് നമ്മളൊരു 1-ാം തീയതി കൊടുക്കുന്നു. എക്സ്പയറി ഡേറ്റ് നമ്മൾ 25. ഓക്കെ, അല്ലെ നമുക്ക് 30 കൊടുക്കാം. സേവ് കൊടുക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു 10 എണ്ണം പർച്ചേസ് ചെയ്യുന്നു. കോസ്റ്റ് പ്രൈസ് നമ്മളൊരു 10 രൂപ കൊടുക്കുന്നു. റീറ്റെയിൽ പ്രൈസ് ഉണ്ടെങ്കിൽ 7 രൂപ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പർച്ചേസ് വേണം കയറ്റാം. മൾട്ടിപ്പിൾ ലോട്ട് നമ്പറിൽ നമുക്ക് അടുത്തത് കയറ്റാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻസുലിൻ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ലോട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മാനുഫാക്ചറിങ് ഡേറ്റ് ചോദിക്കുന്നു, നമ്മളത് കൊടുക്കുന്നു. എക്സ്പയറി. ഓക്കെ, സേവ് ചെയ്യുന്നു. നമ്മളിതും സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരെ ഇൻവോയ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഇൻവോയ്സ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ബിൽ ടു വർക്കാണ് അടിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് അടിച്ചു നോക്കാം. ഇൻസുലിൻ. ഇവിടെ നമുക്ക് ഇൻസുലിൻ 100 mg അടിച്ചു കഴിയുമ്പം ഇവിടെ ഫിഫോ എന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിൽ നമുക്ക് പോകും. അത് തന്നെ നമുക്കിവിടെ ഫെഫോ വേണമെങ്കിലും ആക്കാം, റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ആക്കാം. അതായത് ഓട്ടോമാറ്റിക് ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് എന്ന രീതിയിൽ ഫെഫോയും പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ബാച്ച് കാണാൻ വേണ്ടി പറ്റും. ഇത് ഓൾമോസ്റ്റ് നിയർ എക്സ്പയറി ആണ്. ഓക്കെ, നമുക്ക് ഈ മാസം 31-ാം തീയതി എക്സ്പയറി ആയിക്കണം, നിയർ എക്സ്പയറി എന്നുള്ള ബാഡ്ജിങ് വരും. ഇവിടെ നമുക്ക് ഈ ഒരു ലോട്ട് നമ്പറിൽ നമുക്ക് കയറിയിരിക്കുന്ന ഒരു രൂപയ്ക്ക് നമ്മൾ 10 എണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 രൂപയ്ക്ക് 10 എണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പം ഈ ഒരു ബാച്ച് നമ്പറുള്ള നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഓക്കെ ഒരു 5 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നു, എമൗണ്ട് അടിക്കുന്നു, നമ്മളത് സേവ് ചെയ്യുന്നു. നമ്മൾ പ്രിന്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബില്ലിൽ തന്നെ എൻ്റെ ലോട്ട് നമ്പർ കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ലോട്ട് നമ്പർ, എക്സ്പയറി എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഷോ ചെയ്യും. ശേഷം നമ്മൾ നേരെ മാസ്റ്റേഴ്സിലേക്ക് വന്നിട്ട് ആ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇൻസുലിൻ. ഓക്കെ, ഇവിടെ 100 mg ഇൻസുലിൻ. ഇവിടെ നമുക്ക് ബാച്ചസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ 2 ബാച്ചസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 10 എണ്ണത്തിന് റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. 5 എണ്ണം നമ്മളിപ്പോൾ സെയിൽ ചെയ്തു. ബാക്കി പോയിട്ട് മൊത്തത്തിൽ നമുക്കിവിടെ സ്റ്റോക്ക് 6 എണ്ണം ഉണ്ട്. ഓക്കെ,